ആദ്യ കാഴ്ചയിൽ തന്നെ ജൂലിയറ്റിന്റെ കണ്ണുകൾ റോമിയോട് പ്രണയസമ്മതം നടത്തുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന വ്യക്തി ആരാണ്? നിങ്ങളുടെ മാതാപിതാക്കളാണോ? അല്ല. ഒരു പ്രായം കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന വ്യക്തി നിങ്ങളുടെ കാമുകിയോ അല്ലെങ്കിൽ കാമുകനോ ആയിരിക്കും. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അത് ശരിയാണ് സർ. നമ്മളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ ചതിക്കാൻ നോക്കരുത്. നിങ്ങളെ സ്വാധീനിക്കുന്ന കാമുകനെയോ കാമുകിയെയോ അതുപോലെ തന്നെ നമ്മളെ സ്വാധീനിക്കുന്ന നിയമത്തെയോ ചതിക്കാൻ നോക്കരുത്. അങ്ങനെ വരുമ്പോ നിയമവും നിങ്ങളെ അതുപോലെ തന്നെ സ്നേഹിക്കും. When you love the law, then law will also loves you. So now law becomes your life. Then law life means? Then it becomes love of life, sir. ഇപ്പൊ മനസ്സിലായോ? ലോ ലൈഫ് എന്നതിനെ ഞാൻ എന്തുകൊണ്ടാണ് ലവ് ലൈഫ് എന്ന് എഴുതി വെച്ചിരിക്കുന്നതെന്ന്? മനസ്സിലായി സർ. സാറിന്റെ ക്ലാസ് കണ്ടിട്ട് ഷാജി കൈലാസിന്റെ പടം കണ്ടതുപോലെയുണ്ട്. ഒന്ന് കൈയടിച്ചോട്ടെ. ഏതു വിധേനയും ആ മണിമാല എന്റെ കൈക്കലാക്കിയേ പറ്റൂ. ഇല്ലെങ്കിൽ കുറച്ചു ദിവസം കൊണ്ട് കാര്യങ്ങളെല്ലാം മാറി മറിയും. തിരികെ വീണ്ടും ദാരിദ്ര്യത്തിന്റെ കയ്പുനീര് കുടിക്കേണ്ടി വരും. അർജുനെ പോലെ ഒരു മരുന്നിന്റെ മണം മാറാത്ത ഒരുത്തനെ കെട്ടിയത് അവന്റെ ഭാര്യയായിട്ട് ജീവിതം തൊലയ്ക്കാനല്ല, ആ ഭാര്യ പദവി ഉപയോഗിച്ച് നേടാനുള്ളതെല്ലാം നേടാനാ. ഈ രമാനിലയത്തിന്റെ ഗ്രഹനാഥയായി റാണിയെപ്പോലെ വാഴണം. അതിന് ആദ്യം ആ മണിമാല കണ്ടെത്തണം. ചിന്നുന്റെ കയ്യിൽ തന്നെ അതുണ്ടാവും. അവളെ കൊന്നിട്ടാണെങ്കിലും അത് ഞാൻ നേടിയിരിക്കും. ഐശ്വര്യ ഒറ്റയ്ക്ക് സംസാരിക്കാൻ തുടങ്ങിയോ? അത് സർ, ഞാൻ ഐശ്വര്യ, ഒരുപാട് കാലങ്ങളായി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുമെന്ന് ഓർമ്മിക്കുമ്പോഴേ മനസ്സ് ചിലപ്പോ അറിയാതെ സംസാരിച്ചെന്ന് വരും. അമ്മ അങ്ങനെ ഒടുവിൽ ഐശ്വര്യ ലക്ഷ്മി എന്ന മൂത്ത മരുമകളെ അംഗീകരിക്കാൻ പോകുന്നു. അതും വിശേഷപ്പെട്ട ഒരു ചടങ്ങിൽ വെച്ച്. ഇനി നമുക്ക് ഒരു ഹണിമൂൺ പോണം. എവിടേക്കാണെന്ന് എന്റെ പാർട്ട്ണർക്ക് തീരുമാനിക്കാം. സ്വിറ്റ്സർലൻഡോ ന്യൂയോർക്കോ എവിടെ വേണമെങ്കിലും പോവാം. ഇനിയാണ് നമ്മൾ ജീവിക്കാൻ പോകുന്നത്. അയ്യോ, ഞാൻ മറന്നു. എനിക്കൊരു മെയിൽ അയക്കണമായിരുന്നു. ഒരു മെയിലും അയക്കാനില്ല. പ്രണയത്തിന്റെ വൈകാരികത കാഴ്ചക്കാരന് ഫീൽ ചെയ്യണം. നാടകം തുടങ്ങുന്നത് സ്റ്റേജിലാണെങ്കിലും തുടങ്ങി ഏതാനും നിമിഷങ്ങൾക്കകം കഥാപാത്രങ്ങൾ അരങ്ങിൽ നിന്നും ഇറങ്ങി നേരെ നടന്നു കയറേണ്ടത് കാഴ്ചക്കാരന്റെ ഹൃദയത്തിലേക്കാണ്.
അവിടെ അവര് ജീവിക്കണം. ശ്ശേ, സംഭാഷണങ്ങളൊന്നുമില്ലാതെ പ്രണയഭാവങ്ങൾ കാണിക്കണം. പ്രണയാക്ഷരങ്ങൾ കൊണ്ട് പ്രണയം അറിയിക്കണം. ദേ, ഈ മഹിസാർ നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കി പ്രണയഭാവം കാണിച്ചാ മതി. കല്യാണിയുടെ ഫോൺ റിങ് ചെയ്യുന്നു. ഇപ്പൊ റിഹേഴ്സൽ നടക്കല്ലേ, ഇതിനിടയ്ക്ക് ഡിസ്റ്റർബ് ചെയ്യണ്ട. ശ്ശേ, ഇവളെന്തീ ഫോൺ എടുക്കാത്ത? ഒരു വിരുന്ന് സൽക്കാരത്തിനിടയിൽ റോമിയോയെ ജൂലിയറ്റ് കണ്ടുമുട്ടുന്നു. ആദ്യ കാഴ്ച. ആദ്യ കാഴ്ചയിൽ തന്നെ ജൂലിയറ്റിന്റെ കണ്ണുകൾ റോമിയോട് പ്രണയസമ്മതം നടത്തുന്നു. ദക്ഷ ദക്ഷമോള് ഇന്ന് കോളേജിൽ പോയില്ലേ? കോളേജിലാ. മോളെന്താ ഈ സമയത്ത് വിളിച്ചത്? ഒന്നുമില്ല ആന്റി, ഇവിടെ ഒരു നാടകം നടക്കാൻ പോവാ. നാടകോ? ദക്ഷേ, ദക്ഷയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും സംഭവിക്കില്ല. ആന്റിയാ വാക്ക് തരുന്നത്. മോള് ധൈര്യമായിട്ടിരിക്കെ, ഡിസ്റ്റർബ് ആവണ്ട. വീട്ടില് ഒരു ഫംഗ്ഷൻ നടക്കാൻ പോവാ, ഒരു ഗ്രാൻഡ് ഫംഗ്ഷൻ. അതിൽ മോള് കൂടി പങ്കെടുക്കണം. എന്ത് ഫംഗ്ഷനാന്ന് രമാൻറ്റി പറഞ്ഞില്ലല്ലോ. അതൊക്കെ വഴിയെ അറിയിക്കാം. തൽക്കാലം ഒരു സസ്പെൻസ് ആയിട്ട് ഇരിക്കട്ടെ. മോള് ഫോൺ ഓഫാക്കി മിടുക്കിയായി ക്ലാസ്സിൽ പോയിരുന്ന് പഠിക്ക്. ശരി ആന്റി, ബൈ. ഓക്കെ, ബൈ.